ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു നിന്നിരുന്നതാണ്. വണ്ടി സെൽഫ് എടുക്കാതെ സെൽഫിൽ സ്റ്റാർട്ട് ആവണ്ടായില്ല. അപ്പോൾ നമ്മൾ പോയി നോക്കി കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ടായിരുന്നു. കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി അതായത് ഒരുപാട് ചാർജ് കുറവ് കാണിക്കുന്നുണ്ടായിരുന്നു. തന്നെയല്ല വണ്ടിയിൽ നിന്ന് ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ അളവിലും വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വണ്ടി ബാറ്ററി നയിച്ച് ചാർജിലേക്ക് ഇട്ടു. 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ ചാർജ് വയ്ക്കുമ്പോൾ നമുക്ക് 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി ചെയ്യുന്നുണ്ട്, കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ട് കാണിക്കണം. ബാറ്ററിക്ക് വേറെ പ്രോബ്ലം ഉള്ളതായിട്ട് നിലവിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല. ബാറ്ററിയുടെ കംപ്ലൈൻ്റ് അല്ല, വണ്ടിയിൽ നിന്ന് കയറുന്ന ചാർജിലാണോ വേരിയേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ വണ്ടിയിൽ നിന്ന് കയറുന്ന ചാർജ് കൃത്യമല്ലാണ്ട് വരുമ്പോൾ ഓൾറെഡി ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് എടുത്ത് യൂസ് ചെയ്ത് പരമാവധി ഉപയോഗിച്ച് തീർന്ന് പിന്നെ വണ്ടിയിൽ നിന്ന് ചാർജ് കയറാതെ വരുമ്പോഴത്തേക്കും സെൽഫ് എടുക്കാതെ വന്നു. അങ്ങനത്തെയാണ് ശരിക്കും അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ ലക്ഷണം അതായിരുന്നു. അപ്പോൾ ശരിക്കും ആ കംപ്ലൈൻറ്റ് കാണിക്കാനായിട്ടുള്ള കാരണം ഈ റെക്ടിഫയർ എന്ന് പറഞ്ഞ യൂണിറ്റാണ് അതിൻ്റെ പ്രോബ്ലം മെയിനായിട്ട് കാണിക്കാനായിട്ടുള്ളൊരു കാരണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇവിടെ വന്ന ഇതിനകത്തേക്ക് കണക്ഷൻ വന്ന ഈ അഡാപ്റ്റർ ഉണ്ടല്ലോ, അത് വയറിംഗ് കിറ്റ് അടക്കം വന്നായിട്ടാണ്. അതിന് ചെറിയൊരു ലൂസ് കോൺടാക്റ്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം നിലവിൽ ഓക്കെ ആയിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റ് സെയിം പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ വയറിങ്ങിൻ്റെ കിറ്റ് ഉണ്ടല്ലോ, വയറിംഗ് കിറ്റേപ്പാടി മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. വയറിംഗ് കിറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1000 രൂപ 1100 രൂപയ്ക്ക് പ്രതീക്ഷിക്കാം സാധാരണ രീതിയിൽ. അങ്ങനെയൊക്കെയാണ് വരാറ്. അത് ഫുള്ളായിട്ട് വന്ന കിറ്റാണ്. അതിൻ്റെ ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ലൂസോ കാര്യങ്ങളുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിലൊക്കെ പുറമേ നോക്കിയാൽ മനസ്സിലായെങ്കിൽ പോലും നമുക്ക് വയറിംഗ് കിറ്റ് ചേഞ്ച് ചെയ്ത് നോക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ചില കേസിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ക്ലിയർ ആവാറ് കേട്ടോ. പക്ഷേ ഇപ്പോൾ വണ്ടിക്ക് നിലവിൽ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ആ ലൂസ് കോൺടാക്റ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ടാവണം. 100% നമ്മൾ പറയാത്തതിൻ്റെ കാരണം റിപ്പീറ്റ് ചില കേസിൽ കാണിക്കാറുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടിയിൽ നിന്ന് കയറുന്ന ചാർജിൻ്റെ അളവിനകത്ത് കാണിക്കണം. 14 വോൾട്ടിൻ്റെ മുകളിലേക്കാണ് നമുക്ക് വരേണ്ടത്. അത് നോർമലിൽ തന്നെ കയറി വന്നിട്ടുണ്ടായിരുന്നു. 14 വോൾട്ടിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി വണ്ടിയിൽ നിന്ന് കയറുന്ന ചാർജിൻ്റെ അളവ് കറക്റ്റായിട്ടാണ് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാവുക. ഇപ്പോൾ നിലവിൽ ആ ചാർജൊക്കെ കറക്റ്റാണ്, സെൽഫ് എടുക്കുന്നത് കറക്റ്റാണ്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴും പ്രോബ്ലമായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് റിപ്പീറ്റ് പ്രോബ്ലം വരാണെങ്കിൽ സെയിം കംപ്ലൈൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിംഗ് കിറ്റ് തന്നെയാണ് നമുക്ക് സംശയിക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം. അതനുസരിച്ചിട്ട് നമുക്ക് അതിനെ അറേഞ്ച് ചെയ്തിട്ട് മാറ്റി വെച്ച് കൺഫേം ചെയ്യാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ നിലവിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ.